ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ വർക്ക് ബുക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡ്രോ ദ പെർസ്പെക്റ്റീവ് വ്യൂ ഓഫ് എ സ്ക്വയർ പ്രിസം. നിങ്ങളിതിവിടെ ചേഞ്ച് ചെയ്യുക. റെക്ടാങ്കിൾ എന്നുള്ളത് സ്ക്വയർ നാക്കുക. ഈ ഡയമെൻഷൻ 14 എന്നുള്ളത് കട്ട് ചെയ്യാതെ വേണ്ട. നമുക്ക് സ്ക്വയർ പ്രിസമാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഒന്നുകൂടെ പറയാം. ഡ്രോ ദ പെർസ്പെക്റ്റീവ് വ്യൂ ഓഫ് എ സ്ക്വയർ പ്രിസം ഓഫ് 100 by 50 mm size lying on its 100 by 50 mm rectangular face on the ground plane with a vertical edge touching the picture plane, and the end face is inclined at 45 degree with the picture plane. The station point is 120 mm in front of the picture plane, 80 mm above the ground plane, and it lies in a center plane which is passing through the center of the prism. So ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വർക്ക് ബുക്കിൽ നോക്കുക. അപ്പോൾ ഇത് വരയ്ക്കാൻ നിങ്ങൾ ഡയമെൻഷൻ സ്കെയിൽ ഇത് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ബുക്കിലെല്ലാം വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ലെങ്തൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയമെൻഷൻ എല്ലാം ചെറുതാക്കി വരയ്ക്കുക. 1:2 സ്കെയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വരയ്ക്കുക. നമുക്ക് സ്കെയിൽ 1:2 അപ്ലൈ ചെയ്യാം. അതിലുള്ള ഡയമെൻഷൻ എല്ലാം നമുക്ക് പകുതിയാക്കാം. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, 1:2 സ്കെയിൽ അപ്ലൈ ചെയ്യുക. എല്ലാ ഡയമെൻഷൻസും പകുതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും പറയുക. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദ പിക്ചർ പ്ലെയിൻ. ആദ്യം നമ്മൾ ചെയ്യുന്നത് പിക്ചർ പ്ലെയിൻ വരച്ചുകൊണ്ടാണ്. Draw the picture plane. പിക്ചർ പ്ലെയിൻ അടുത്ത് വരയ്ക്കേണ്ടത് ഗ്രൗണ്ട് ലൈൻ ആണ്. ഗ്രൗണ്ട് ലൈനിന്റെ ഡയമെൻഷൻ എത്രയാണ് വന്നിരിക്കുന്നത്? ഗ്രൗണ്ട് ലൈൻ നമുക്ക് സ്റ്റേഷൻ പോയിന്റ് കിട്ടണം. സ്റ്റേഷൻ പോയിന്റ് 120 mm എന്നാണ്. നമ്മൾ എന്ത് ചെയ്യണം, 120 നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്ത് 60 ആക്കുക. പിന്നെ 80 mm എബോവ് എന്നുള്ളത് നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്ത് 40 ആക്കുക. സോ 60 + 40 100, അപ്പോൾ +20 120. അപ്പോൾ ഇവിടെ നിന്ന് 120 mm ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്നും അപ്പം 60 + 40 + 20 ഡ്രോ ദി ഗ്രൗണ്ട് പ്ലെയിൻ. ഇപ്പോൾ നോക്കുക, പിക്ചർ പ്ലെയിനിൽ നിന്നും 12 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഗ്രൗണ്ട് പ്ലെയിൻ വരയ്ക്കാം. പിക്ചർ പ്ലെയിനിൽ നിന്നും 12 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഡ്രോ ദി ഗ്രൗണ്ട് പ്ലെയിൻ. സോ ഗ്രൗണ്ട് ലൈൻ. നൗ അടുത്ത് വരയ്ക്കേണ്ടത് പിക്ചർ പ്ലെയിൻ നമ്മൾ ടോപ്പ് വ്യൂ ആണ്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം ഇരിക്കുന്നത് കഴിഞ്ഞ കേസിൽ എന്തായിരുന്നു, എൻഡ് ഫേസ് പാരലൽ ടു പി പി ആയിരുന്നു. ഇവിടെ എൻഡ് ഫേസ് പാരലൽ അല്ല, മറിച്ച് എൻഡ് ഫേസ് പി പിയുമായിട്ട് ഇൻക്ലിനേഷൻ മേക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇത് പാരലായിട്ടല്ല വരേണ്ടത്, മറിച്ച് എന്ത് വരണം, ഇതിന് അല്പം ഇൻക്ലിനേഷൻ കൊടുത്തുകൊണ്ട് വേണം, 45 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുത്ത് വേണം വരയ്ക്കാൻ. ഈ പ്രോബ്ലത്തിൽ നമ്മളിത് പാരലായിരുന്നു. അടുത്ത വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വെച്ചുകൊണ്ട് വേണം വരയ്ക്കാൻ. Draw the top view such that end face is inclined at an angle of 45 degree. One more thing is the vertical edge is touching the picture plane. 45 degree. See, this is the vertical edge A, B, C, D, E, F, G, H. വെർട്ടിക്കൽ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് വെർട്ടിക്കൽ എഡ്ജ്. ഈ ഇരിക്കുന്ന പൊസിഷനിലെ വെർട്ടിക്കൽ എഡ്ജ് എ ഇ ഇസ് എ വെർട്ടിക്കൽ എഡ്ജ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം
ഈ എ ഇ എന്ന് പറഞ്ഞ ഈ പോയിന്റിനെ പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് വരയ്ക്കുക. ഈ ഒരു സൈഡിന് അല്ലെങ്കിൽ എൻഡ് ഫേസിനെ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുക്കുകയും വേണം. സൈഡ് എത്രയാണ്? 25 ആണ്. സ്കെയിൽ ഡൗൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സൈഡ് 25 mm ആണ്. തെറ്റിക്കരുത്. mm. വീണ്ടും ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ സൈഡ് വരയ്ക്കുക. 100 mm ആണ്. നമ്മൾ സ്കെയിൽ അപ്ലൈ ചെയ്തപ്പോൾ 50 mm. സി അപ്പം ഇതാണ് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ വരച്ചിട്ട് നേരത്തെ പോലെ തന്നെ നെയിം ചെയ്യുക. എ ബി സി ഡി ബ്രാക്കറ്റിൽ ഇ എഫ് ജി എച്ച്. നൗ നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാം. ഈ പോയിന്റുകളെല്ലാം താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. എല്ലാ പോയിന്റ്സിനെയും താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. സോ സൈഡ് എന്ന് പറഞ്ഞാൽ 25 ആണ്. ഫ്രണ്ട് വ്യൂവിൻ്റെ നമ്മളിവിടെ നിന്നാണ് നോക്കുമ്പം സി എ ഇ ഡി എച്ച് എന്ന് പറഞ്ഞ ഈ ഫേസ് വിസിബിൾ ആണ്. ഇത് ബി സി ഇ എഫ് ജി എന്ന് പറഞ്ഞ ഫേസ് ഹിഡൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ലൈൻ ഹിഡൻ ആയിരിക്കും. ദിസ് ലൈൻ വിൽ ബി ഹിഡൻ ആൻഡ് ദിസ് വിൽ ബി വിസിബിൾ. ഓക്കെ, ഇങ്ങനെയാണെന്ന് വരയ്ക്കുക. നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ബി ഡാഷ് സി ഡാഷ് എ ഡാഷ് ഡി ഡാഷ്. ടോപ്പ് ഫേസിലൊക്കെ എ ബി സി ഡി ആണ്. ബോട്ടം ഫേസ് ഇ എഫ് ജി എച്ച് ആണ്. സോ ഇത് എഫ് ഡാഷ് ജി ഡാഷ് ഇ ഡാഷ് എച്ച് ഡാഷ്. നൗ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അടുത്ത സ്റ്റെപ്പ് നമുക്ക് സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യണം. സ്റ്റേഷൻ പോയിന്റ് ഇതുവഴിയാണ് പോയേക്കുന്നത്. സെൻട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ത്രൂ ദ സെന്റർ ഓഫ് ദ പ്രിസം. Central plane is passing through the center of the prism. So, അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് സെൻറ്റർ ഇൻ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിൽ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ദെൻ സെൻട്രൽ പ്ലെയിൻ വരയ്ക്കുക. ആ സെൻട്രൽ പ്ലെയിനിലേക്ക് സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യുക. സ്റ്റേഷൻ പോയിന്റ് ഡിസ്റ്റൻസ് എത്രയാ? 120 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ. 120 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ. നമ്മൾ 60 mm എന്ന് സ്കെയിൽ ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ 60 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ. ഇവിടെ വരും. ഇതിനെ ESP എന്ന് വിളിക്കുക. സോ 80 mm എബവ് ദ ഗ്രൗണ്ട് പ്ലെയിൻ, അതായത് 40 mm
സ്കെയിൽ ഡൗൺ ചെയ്തപ്പം എസ് പി ഡാഷ്. അപ്പോൾ ഈ പോയിന്റുകൾ കിട്ടി. നൗ വിഷ്വൽ റേസ് വരയ്ക്കുക. എല്ലാ പോയിന്റിൽ നിന്നും വിഷ്വൽ റേസ്. വിഷ്വൽ റേസ് വരയ്ക്കുക. കട്ട് ചെയ്യുന്ന പോയിന്റ്സിന്റെ നെയിം എഴുതുക. ഇത് B1 F1 ആണ്. ഈ പോയിന്റ് C1 G1 ആണ്. A1 E1 എന്ന് പറഞ്ഞാൽ ആ എ ഈ സെയിം A1 E1 ആണ്. കാരണം ആ പോയിന്റ് പിക്സൽ പ്ലെയിൻ ടച്ച് ചെയ്ത് നിൽക്കുമായതുകൊണ്ട്. ഇത് D1 H1 ആണ്. ഇനി അതാത് പോയിന്റുകളിൽ നിന്നും താഴത്തെ വരയ്ക്കുന്ന വിഷ്വൽ റേയെ കട്ട് ചെയ്യിപ്പിക്കുക. ഈ B1 F1 നേരെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ബി ഡാഷിൽ നിന്ന് പോകുന്ന വിഷ്വൽ റേയെ കട്ട് ചെയ്യുക. സി ഉണ്ടോ? Here you get capital B. This is capital F. So perspective point capital letters കൊണ്ട് നിങ്ങൾ മാർക്ക് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി C1 G1 താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റാൻ സാധ്യതയുണ്ട്. C1 G1 ഞാൻ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് C ഡാഷിൽ നിന്ന് പോകുന്ന ലൈനെ പിടിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ C ഡാഷ് വരയ്ക്കാൻ വിട്ടുപോയായിരുന്നു, സോറി. ഇവിടെ C ഇതായിരുന്നു C. ഇവിടെ കിട്ടും. ദിസ് പോയിന്റ് ഈസ് C. അതേപോലെ G ഡാഷും വരയ്ക്കാൻ വിട്ടുപോയി. അപ്പോൾ കട്ടിംഗ് പോയിന്റ് എനിക്ക് ഇവിടെ കിട്ടി, G. അടുത്തത് A1 E1 എന്ന് പറഞ്ഞത് നേരെ ആ എ ഇ തന്നെയാണ്. A1 E1 ഇത് തന്നെയാണ്. A1 E1 രണ്ടും ഒരേ പോയിന്റാണ്. നേരെ പ്രൊജക്റ്റ് ചെയ്യുമ്പം ക്യാപിറ്റൽ എ ഇവിടെ തന്നെ കിട്ടും. ക്യാപിറ്റൽ എ, ദിസ് ഈസ് ക്യാപിറ്റൽ എ, ദിസ് പോയിന്റ് ഈസ് ക്യാപിറ്റൽ ഇ. അടുത്തത് D1 H1. So this is capital D, this is H. Similar to the last case, here also you have to join the outer points. So the outer points മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പം BF തുടങ്ങി ഔട്ടർ പോയിന്റ് ആണ്. FE ഔട്ടർ പോയിന്റ് ആണ്. അതേപോലെ EH ഔട്ടർ പോയിന്റ് ആണ്. HD ഔട്ടർ പോയിന്റ് ആണ്. DC CB കണ്ടോ? അതായത് FB BC CD DH HE EF ഇത്ര ഔട്ടർ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വിസിബിൾ ഇടാൻ നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോ BFAE വിസിബിൾ ആണ്. BFAE വിസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുക. BFAE വിസിബിൾ. ഇവിടെ നോക്കുമ്പോൾ ഈ ഫേസും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്.
AEDH അതും വിസിബിളാണ്. അപ്പം ഇവിടെ പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഹിഡൻ ലൈൻ കൂടെ മാർക്ക് ചെയ്യുക. CG ഒരു ഹിഡൻ ലൈനാണ്, ഇത് ഹിഡൻ ലൈനാണ്, HG is also a hidden line. So this is a perspective view for the above question. അപ്പം ഇതും കൂടെ നിങ്ങൾ വരച്ച് നോക്കുക, കുറച്ച് ശ്രദ്ധിച്ച് വരയ്ക്കുക. പോയിന്റ്സ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് വരയ്ക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. താങ്ക് യു.